അന്നും മുസിന പതിവ് പോലെ വീട്ടുജോലികളെല്ലാം തീർത്ത് അവളുടെ റൂമിലേക്ക് പോയി. ഇക്കാക്ക രാവിലെ പോയതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. അവൾ പുറത്തേക്ക് നോക്കി ജനാലിലൂടെ. അല്ലാ, എന്നായിരിക്കും ഇക്കാക്ക നല്ല രീതിയിൽ എന്നോടൊന്ന് പെരുമാറുക? നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് എന്നാണാവോ ഒന്ന് തുടങ്ങാനാവുക? എന്നും ഓരോ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ. ഒരിക്കലും ഇക്കാക്കയ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ, കരുതിക്കൂട്ടി ഓരോന്ന് ചെയ്യുകയാണോ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഉമ്മയുടെ ആ സ്നേഹം, അതുകൊണ്ടൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുകയാണ്. ഇക്കാക്ക തൻ്റെതായ ഭാഗത്തേക്ക് തിരിയുന്നതേയില്ല. പെട്ടെന്നതാ ഉമ്മ താഴെ നിന്നും ബെല്ലടിക്കുന്നു. മോളെ, ചോറ് കഴിച്ചിട്ടില്ലല്ലോ, വാ കഴിക്കാം. മോളെ, ഇന്ന് അനസിനെ കാണുന്നില്ല. ഓൻ വരുന്ന നേരമൊക്കെ കഴിഞ്ഞ്. ഓനക്ക് തോന്നുന്ന നേരത്ത് വരും, തോന്നുന്ന നേരത്ത് ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെ ആണല്ലോ. ചിലപ്പോൾ വല്ല മീറ്റിങ്ങിലോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആയിരിക്കും. വിളിക്കാനൊന്നും പറ്റൂല. വിളിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം വരുമ്പോൾ വരട്ടെ, വന്നാൽ ഭക്ഷണം വിളമ്പി കൊടുക്കാം. മൂസിന അലക്ഷ്യമായി പുറത്തേക്ക് നോക്കി. പടച്ചോനെ, എൻ്റെ ഇക്ക ഒന്ന് വന്നിരുന്നെങ്കിൽ. എത്ര ദിവസമായി ഞാൻ വിവാഹിതയായിട്ടും ഒരാണിൻ്റെ തണൽ ലഭിക്കാതെ ഇവിടെ ഇങ്ങനെ കഴിയുന്നു. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഉമ്മാക്ക് വേണ്ടി ജീവിക്കുകയാണ്, ഈ വീട് നോക്കാനും. വീട് നല്ലതുപോലെ കൊണ്ട് നടക്കും ഉമ്മയെയും. അല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നും എനിക്കൊന്നും ലഭിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്കൊന്ന് പോയാലോ എന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും വരും. മൂസിന, എന്തൊക്കെ വിശേഷം വല്ലത് ആയോ എന്നൊക്കെ ചോദിച്ച്. സത്യം പറഞ്ഞാൽ ഉത്തരം മുട്ടിപ്പോകും ആ ചോദ്യത്തിന് മുന്നിൽ. മൂസിന, നീ എന്താ ആലോചിക്കുന്നത്? എന്താ ഈ ഭക്ഷണം കഴിക്കാത്തത്? ആ ഉമ്മ, ഞാൻ ഒരു നിമിഷം ഇക്ക വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് നിന്നതാണ്. ഓൻ വരുമ്പോൾ വരട്ടെ മോളെ, വന്നാൽ ഭക്ഷണം ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ വിളമ്പി കൊടുത്താൽ പോരെ, നീ കഴിക്ക്. അങ്ങനെ ഉമ്മയും മൂസിനയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതാ പുറത്തൊരു വണ്ടിയുടെ ശബ്ദം. ഉമ്മ, അനസ്ക വന്നു കേട്ടോ. ആ വന്നോ? എന്നാൽ മോള് പോയി ഒരു പ്ലേറ്റ് എടുത്ത് കൊണ്ടുപോവാ. ഓൻ വന്നാൽ നമുക്ക് ചോറ് വിളമ്പി കൊടുക്കല്ലോ. അങ്ങനെ മൂസിന പ്ലേറ്റും എടുത്ത് വന്നപ്പോൾ അതാ ഓടിക്കിതച്ച് അനസ് അകത്തേക്ക് വന്നു. പിന്നെ ഇന്നാട്ടോ ടൂറ് പോകാൻ ഉദ്ദേശിച്ചത്? വേഗം റെഡി ആയിക്കോ മൂസിന. ഇക്ക, നിങ്ങളൊന്നും മുൻകൂട്ടി പറഞ്ഞില്ലല്ലോ എൻ്റെ അടുത്ത്. ആ, അങ്ങനൊക്കെ തന്നെ മതി. എന്തേ പോരെ? മോനെ, ചോറ് കഴിക്കടാ, എന്നിട്ട് പോകാം ടൂറൊക്കെ. വേണ്ടമ്മ, അതിലൊന്നും സമയമില്ല. ഇനി ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വന്നതാണ്. അത് പറഞ്ഞാൽ പറ്റൂല, ചോറ് കഴിക്കണം. മൂസിനയ്ക്ക് ചോറ് കഴിക്കാൻ